സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് തല്ലും തലോടലുമായി CPM പ്രവർത്തന റിപ്പോർട്ട്. ഡോക്ടർ TM തോമസ് ഐസക് അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. EP ജയരാജൻ നേതൃതലത്തിൽ കൂടുതൽ സജീവമാകണം. മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുമ്പോൾ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നു എന്ന മറക്കരുതെന്ന് മന്ത്രി സജി ചെറിയാനും ചെറിയൊരു തലോടൽ. തനേഷ് തമ്പി കൊല്ലം സമ്മേളന നഗരിയിൽ നിന്നും തത്സമയം ചേരുന്നു. തനേഷ്, വിശദാംശങ്ങൾ. യഥാർത്ഥത്തിൽ പല നേതാക്കന്മാരുടെയും പ്രവർത്തന രീതികളിൽ ചില കാലോചിതമായ മാറ്റങ്ങൾ വരുത്തണമെന്നല്ലേ പറയാത്ത പാർട്ടി പറയുന്നത്? തീർച്ചയായും SK അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് പുതിയ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, അതുപോലെ തന്നെ പാർട്ടിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നേതൃനിരയിലുള്ള യുവ നേതാക്കൾ, അവരൊക്കെ മുൻകാല സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ മാതൃകയാക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഓരോ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയും സംസ്ഥാന സമിതി അംഗങ്ങളുടെയും പ്രവർത്തനം ഇഴകീറി പരിശോധിച്ചിട്ടുണ്ട് ഈ ഒരു റിപ്പോർട്ടിൽ. ആ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്ന ആ ഭാഗത്താണ് EP ജയരാജനും സജി ചെറിയാനും വിമർശനം ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. അത് ഇന്നലെ തന്നെ ആ വാർത്ത പുറത്തു വന്നിരുന്നതാണ്. ഇടതുമുന്നണി കൺവീനർ എന്ന നിലയിൽ പാർട്ടിയെ നയിക്കേണ്ട EP ജയരാജന് നിർണായക ഘട്ടത്തിൽ പിഴവ് പറ്റി എന്നുള്ളതാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറാനുള്ള കാരണം എന്ന് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇനിമേൽ EP ജയരാജൻ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കാതെ പ്രവർത്തനത്തിൽ സജീവമാകണം എന്ന നിർദ്ദേശമാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ മാധ്യമങ്ങളോട് ഇടപെടുമ്പോൾ മാന്യമായി സംസാരിക്കണം, അതായത് മറ്റ് തരത്തിൽ വ്യാഖ്യാനിക്കാനുള്ള അവസരം നൽകരുത് എന്നുള്ള ഒരു നിർദ്ദേശം മന്ത്രി സജി ചെറിയാന് നേരെ നൽകുന്നു. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അത് പാർട്ടിയുടെ കൂടി വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് എന്ന ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാകണം എന്നുള്ളതാണ് ഇതിനകത്തൊരു നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തനം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ മികവോടുകൂടി ഇപ്പോൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതുപോലെ തോമസ് ഐസക്, അദ്ദേഹം അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം എല്ലാ ദിവസങ്ങളിലും ചേരുന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കാൻ വിമുഖത കാണിക്കുന്നു. കൂടുതൽ ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണമെന്ന് തോമസ് ഐസകിന് ഒരു നിർദ്ദേശം അദ്ദേഹം ഈ റിപ്പോർട്ടിൽ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ KN ബാലഗോപാൽ സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും മികച്ച രീതിയിൽ ധനകാര്യ സ്ഥിതി മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ ഈ ഒരു റിപ്പോർട്ടിൽ ഉണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് മാധ്യമ കടന്നാക്രമണത്തിന്റെ ഇരയാണ് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. രാഷ്ട്രീയ കാര്യങ്ങളിൽ അപ്പോഴുള്ള പ്രതികരണങ്ങളായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കടന്നാക്രമണത്തിന് കാരണമാകുന്നത് എന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. പാർട്ടി ചുമതലകൾ ഏറ്റെടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സഖാവാണ് KK ശൈലജ എന്നാണ് അവരെ സംബന്ധിച്ച് ഈ റിപ്പോർട്ടിൽ പറയുന്ന ഭാഗം. ഇങ്ങനെ മറ്റ് സെക്രട്ടറി അംഗങ്ങളും അവരുടെ ചുമതലകൾ ഭംഗിയായി നിർവഹിച്ചു പോരുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ ഒരു ഉള്ളടക്കം. SK. ഓക്കെ, തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്.